ഹലോ മൈ ഗൈസ്, നമ്മൾ ഇന്ന് വന്നത് ബസ് സിമുലേറ്റർ കളിക്കാനാണ്. കഴിഞ്ഞ പാർട്ടീൻ്റെ പകുതിയുമായിയാണ് ഞാൻ വന്നിട്ടത്. അപ്പോൾ നമുക്ക് നല്ല ബസ്സല്ല ട്രക്കാണ്, മാറിപ്പോയി. ട്രക്ക് എടുത്ത് നമുക്ക് പോകാം. അപ്പോൾ ഓക്കെ, നമ്മൾ ട്രക്ക് എടുത്ത് പോകുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഫുള്ളും കളിക്കൂട്ടാ. നമ്മൾ സ്ഥലം എത്തുന്നവരെ ഈ 3 പാർട്ട് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിമൊന്നും ഇതിൽ കളിക്കാൻ പറ്റില്ല. ഒന്നാമത് ഇത് ടാബ് ആയതുകൊണ്ടാണ് എനിക്ക്. അപ്പോൾ ടാബിൽ അത്ര ചെറിയ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല, വലിയ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല. ചെറിയ എന്ത് ഗെയിം വേണമെങ്കിലും നമുക്ക് കളിക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എല്ലാ വീഡിയോ ഇടുന്നത്, എൻ്റെ അനിയനാണ് വീഡിയോ ഇടുന്നത്. അവൻ്റെ പേര് വന്നിട്ട് നെഹിയാനാണ്. അപ്പോൾ ഓക്കെ, കളിക്കുന്ന ഗെയിം ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ഫ്രീ ഫയർ, ഒന്ന് പിന്നെ നമ്മൾ ഗ്രാനിയൊക്കെ പോലത്തെ ഗെയിമില്ല, ഗ്രാനി, അത് കളിക്കാൻ. ഓക്കെ, അങ്ങനത്തെ ഗെയിമാണ് കളിക്കുന്നത്. എന്താ വൈബാണല്ലോ ഗൈസ് ബസ് സിമുലേറ്റർ ഇന്ത്യൻ്റെ. ഞാൻ എന്താണ് വൈപ്പർ ഇടാതെ പോകുന്നതല്ല, നമുക്കിതിൽ വൈപ്പർ ഇടേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിലാവുന്നില്ല ഗൈസ്, അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, നമുക്ക് പതുക്കെ തിരിഞ്ഞ് പോകാം. ഫയർ ട്രക്ക് അവിടെ കുറച്ച് നിർത്തും കേട്ടോ. ഓക്കെ, പോകും. ഭയങ്കര പണിയാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ വണ്ടി കൊണ്ട് പോകാൻ. വളയണ്ടേ, സാധനം വളയുന്നില്ല ഗൈസ്. ഓക്കെ, ചെറുതായി വണ്ടി ഒന്ന് തട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ പോകാം. അമ്മമാരൊക്കെ എങ്ങനെയാണോ ഇതിലെല്ലാം വണ്ടി കൊണ്ടുവന്നത്. ഇത് ചെറിയ മാപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു സ്ഥലമാണ്. പോടാ, ഈ ചങ്ങായൊന്നും പോകുന്നില്ല ഗൈസ്. നമ്മൾ നോക്കി അവിടെ ഇരിക്കുന്നു, പോകുന്നത് പോടാ. ബസ് ഫുള്ള് ചളിയോ ചേർന്നത്. അപ്പോൾ ഓക്കെ, ഇതോടുകൂടി നമ്മൾ ചുരം കയറലും കീയലും ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥലം എത്തുന്നവരെ ഇതാക്കും. ഭയങ്കര ഇടിയാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലം എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടാവും, കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടാകും. ഓക്കെ, നമുക്കപ്പോൾ പോകാം. അടുത്തത് ഏത് വണ്ടിയായിട്ട് ഞാൻ കളിക്കണമെന്ന് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഞാൻ ഏത് ബസ്സും വണ്ടി, കാറ്, ലോറി ഏത് വച്ചും ഞാൻ കളിക്കും. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഈ മാപ്പിൽ തന്നെ വേറെ വല്ല വണ്ടികൾ കളിക്കണമെങ്കിൽ കമൻ്റ് ഇടൂ. അല്ല എന്തെങ്കിലും ആക്കണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. ഓക്കെ, നമ്മൾ നോക്കാം. ഞാൻ മുന്നേ പ്രോപ്പർ ഡ്രൈവറായിരുന്നു ഗൈസ് ഇതിൽ. ഇപ്പോൾ എന്നെക്കൂടെ ഒന്നും പറ്റുന്നില്ല കുറേ കളിക്കാൻ. അപ്പം നെക്സ്റ്റ് മാപ്പിലേക്ക് പോകും വരെ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് മാപ്പിലേക്ക് പോകുകയാണ്. ഈ വീട് കാണാൻ അപ്പോൾ ഒരു ചെറിയൊരു പരസ്യം കൂടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന ഗെയിം കേട്ട് നോക്ക്, ദ അൺലിമിറ്റഡ് കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ ഡൗൺലോഡ് നൗ. നിങ്ങൾ ഈ ഗെയിം ഒന്ന് കയറ്റി നോക്ക്. ഞാനിതുവരെ കളിച്ചിട്ടില്ല, നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ഇടും. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വെക്കണം. കമൻ്റൊക്കെ ഇട്ടോ. നെക്സ്റ്റ് ഏത് വണ്ടിയുമായി ഞാൻ കളിക്കണം എന്ന് നിങ്ങൾ പറയും. ഞാൻ ബസ് സിമുലേറ്റർ കളിക്കണമെങ്കിൽ ബസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗെയിം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാമറ ഇട്ട് കാണാം. നിങ്ങൾക്ക് പുറത്ത് എല്ലാ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളെ സ്ഥലം എത്താനായോ എന്ന് നോക്കാം. എന്നെ കുറേ ഉണ്ട് പോകാൻ. ഓക്കെ, നമുക്ക് ഇത് 4 പാർട്ടാക്കാൻ, 4ാമത്തെ പാർട്ടാക്കാൻ സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഞാൻ 3 പാർട്ടായിട്ട് ഇറക്കും. ഓക്കെ, നമ്മൾ വണ്ടി വിടാം.
ഓക്കെ, ഇത് ഈ ഗെയിം ലോഞ്ച് ചെയ്തത് 2026 എനിക്ക് തോന്നുന്നത്. ഞാൻ ബസ് സിമുലേറ്ററിൽ അടിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഗെയിമാണിത്. ഓക്കെ, നേരെ ഓവർടേക്ക് ആക്കാൻ വന്നാണ്. അപ്പോഴാണ് വീശി മഞ്ഞ കളർ സാധനം എന്താ ഇവന്മാരൊന്നും സൈഡ് തരില്ല. സൈഡ് ചോദിച്ചാൽ ഫ്രണ്ടിൽ ആൾക്കാരില്ലേ? ഫ്രണ്ടിലൊരു ഞാൻ സ്കൂട്ടർ ഓട്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, എന്താണ് തട്ടുന്നത് എനിക്കറിയില്ല ഗൈസ്. തട്ടിക്കൊണ്ട് ഓ മൈ ഗോഡ്, ആ പെണ്ണുപിള്ളേനെ ഞാൻ പിടിച്ച് കുത്തി ഗൈസ്. ആ പെണ്ണിനെ ഞാൻ ഇടിച്ച് കുത്തി ഗൈസ്. എനിക്ക് കണ്ടില്ല. വലിയ വണ്ടിയാണ് സ്കൂട്ടർ ഫ്രണ്ടിൽ നിൽക്കുന്നത്, എനിക്ക് കണ്ടില്ല നേരെ. ഓക്കെ, നമുക്കപ്പോൾ വണ്ടി എടുത്ത് പോകാം. നമ്മൾ അല്പം വെളി കൂട്ടട്ടെ. ടാബിൻ്റെ വെളിച്ചം കുറച്ച് കൂട്ടിക്കോട്ടെ. ഇത് ഭയങ്കര സ്റ്റക്കാണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഭയങ്കര സ്റ്റക്ക്. ഓക്കെ, ഞാനൊന്ന് വെളി കൂട്ടട്ടെ. ഓക്കെ, ഓ മൈ ഗോഡ്, വെളി കൂട്ടാൻ നിന്നത് വെറുതെ കുറച്ച് ഗൈസ്. ഞാനിപ്പോൾ ഇതായല്ലേ വെളി കൂട്ടിയത് വെറുതെ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഓടിക്കായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര സ്റ്റക്ക് ഗൈസ്. സ്റ്റക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അത്ര ഗെയിമൊന്നും ഇതിലില്ല. ആകെ ഉണ്ട് ഇതൊരു ബസ് സിമുലേറ്റർ, പിന്നെ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 ആണ്. നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കാർ പാർക്കിങ്ങിൽ എങ്ങനെയാണ് പൈസ അൺലിമിറ്റഡ് മണി എടുക്കൽ. ഫസ്റ്റ് ആ കാർ ഗെയിം എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അൺലിമിറ്റഡ് മോഡെല്ലാം കയറ്റിന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടൂല. ഫസ്റ്റ് നമുക്ക് പൈസ ഒന്നും കാണൂല. രണ്ടാമത് നമ്മൾ കാറുകളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കാറൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ കാറ് ഫ്രീ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ആ കാറിനെ ട്യൂണൊക്കെ ചെയ്യുമ്പോൾ, എൻജിനൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നാലെ പൈസ കൂടുന്നത് കാണാം. അത് അടുത്ത വീഡിയോയിൽ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കാർ പാർക്കിങ്ങിൽ അൺലിമിറ്റഡ് മണി ഉണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണിച്ചു തരാം. നിങ്ങൾ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണോ ആരും മരിച്ചോ? എത്ര ആംബുലൻസ്? ഓ, ചിലപ്പോൾ ഞാൻ കുത്തിയ ആ പെണ്ണില്ലേ സ്കൂട്ടറിൽ പോയ പെണ്ണ്, ആ പെണ്ണിനെ കൂട്ടാൻ വന്നതായിരിക്കും ആംബുലൻസ്. ആ പെണ്ണിപ്പോൾ ചത്തിട്ടുണ്ടാവും. ലോറിയല്ലേ കുത്തിയ. ഒന്ന് ഓവർടേക്ക് ആക്കുന്ന സ്ഥലം എന്താടോ? എന്താണ് ഗൈസ്, ഇവന്മാർക്കൊന്നും ബുദ്ധിയില്ല ഗൈസ്. ജസ്റ്റ് അവർക്ക് ഓവർടേക്ക് ആക്കാൻ നോക്കുമ്പോൾ ഫ്രണ്ട് നിർത്തും. അവർക്ക് സൈഡൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ മാപ്പ് കയ്യാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓവർടേക്ക് ആക്കി പെട്ട അവസ്ഥയിൽ. നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയി ബസ് സിമുലേറ്ററിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ മോഡ് ഡൗൺലോഡ് ആക്കേണ്ട ആപ്പ് ഞാൻ പറഞ്ഞു തരാം. ഹാപ്പി മോഡ് എന്ന് പറഞ്ഞ ഹാപ്പി മോഡ്. ആ ആപ്പ് കയറ്റിയതിന് ശേഷം നിങ്ങൾ ആ ആപ്പിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ടാവും. അതിന് അൺലിമിറ്റഡ് മണി ഉണ്ടാവും, അൺലിമിറ്റഡ് കോയിൻ ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. അതിൽ അൺലിമിറ്റഡ് മണി വേണ്ടവർക്ക് അൺലിമിറ്റഡ് മണി എടുക്കാം. അതും വേണ്ടാത്തവർക്ക് എന്ന് വേണമെങ്കിലും എടുക്കാം. അതിൽ അൺലിമിറ്റഡ് ഫ്രീ കാർസ് ഉണ്ട്, ഫ്രീ മണിയുണ്ട്, ഫ്രീ എല്ലാം ഉണ്ട് ഫ്രീ. അതിൽ ഹാപ്പി നമ്മളിപ്പോൾ പക്ഷേ ഡൗൺലോഡ് ആക്കുന്ന MB എത്രയാണെന്ന് അറിയാമോ? MB അല്ല, GB ആണ്. 1 GB 2 GB ഒക്കെയാണ്. അതിൽ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2ൻ്റെത് പറ്റും, പിന്നെ ബസ് സിമുലേറ്റർ പറ്റും, പിന്നെ
പിന്നെ എന്തൊക്കെയെല്ലാം പറ്റും. പിന്നെ നമുക്ക് പറ്റുന്നത് GTA 7 ഡ്രസ്സിൽ അൺലിമിറ്റഡ് മണി ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ GTA 5 പറ്റും. പിന്നെ നമുക്ക് ഗാങ്സ്റ്റർ ഗെയിംസ് കളിക്കാം. അങ്ങനെ പലതരം എന്തെല്ലാം നമുക്ക് കളിക്കാം. ഓക്കെ, എല്ലാവരുടെ കളിയാക്കലും പുച്ഛലും കേട്ട് ഞാൻ അതിനൊന്നും നിൽക്കാതെ ഈ ഒരു ഏർപ്പാടിന് നിന്നതാണ്. എല്ലാവരും കളിയാക്കി നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല. കുറേ ആൾ എന്നെ കളിയാക്കി, നീയെല്ലാം എന്തിനാണ് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്, നിനക്ക് തുടങ്ങിയിട്ട് തന്നെ നീ ഒരു കാര്യമില്ല, അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് പറ്റിച്ച് എന്തെല്ലാം ആക്കിയവരൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓ മൈ ഗോഡ് കുറച്ച് കയറിപ്പോയി വേണ്ടി. അങ്ങനെ കുറേ കളിയാക്കാനും പുച്ഛനും കേട്ട് നിൽക്കാതെ ഞാൻ ഈ ഏർപ്പാടിന് ഇറങ്ങിയതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും പറയും നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, നീ വെറും ഇതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു ഓവർടേക്കാക്കാൻ ഗ്യാപ്പ് കിട്ടിയെന്ന് ചോദിച്ചത്. ഇവന്മാരൊന്നും സൈഡ് തരുന്നില്ല ഗൈസ്. എന്താണ് ഞാൻ ഇവന്മാരൊക്കെ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയും. ഇത്രയും വലിയ ലോറി പോകുമ്പോൾ ഒന്ന് സൈഡ് തരാൻ പറ്റില്ല. സൈഡ് കിട്ടി ഗൈസ്. ഞാനിന്ന് ആ വണ്ടി വരുമ്പോഴത്തേക്ക് ഓവർടേക്കാക്കി. ഓക്കെ, ഓവർടേക്ക് ചെയ്തു ഗൈസ്. ഓക്കെ, ഇതിലൊക്കെ അൺലിമിറ്റഡ് മണിയൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പോലെ മണിയൊക്കെ കയറ്റിയതാക്കാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം. ഞാനിപ്പോൾ കാർ പാർക്കിങ്ങിന് മാത്രമേ ഇത് കയറ്റിയിട്ടുള്ളൂ. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൽ മാത്രമേ ഞാൻ മോഡ് കയറ്റിയിട്ടുള്ളൂ. പിന്നെ ഇതിലും ബസ് സിമുലേറ്ററിൽ ഞാൻ ട്രക്ക് മോഡ് കയറ്റി. പിന്നെ മസ്താങ്ക് കാറില്ലേ ആ മോഡ്, പിന്നെ കുറേ മോഡൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മാപ്പിലേക്ക് പോകുകയാണ്. ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇല്ല ഗൈസ്, കുറച്ചും കൂടി എനിക്ക് ടൈമുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല ഞാൻ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. അത് കാരണത്താൽ ഈ വീഡിയോ ഒന്നും കൂടി വൈൻഡ് അപ്പ് ചെയ്ത് പാർട്ട് 4 ആക്കി മാറ്റാൻ പോകുകയാണ്. ഈ വീഡിയോ കുറച്ച് കൂടുതൽ ഇത് വേണം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു പാർട്ട് കാണും. അടുത്തൊരു പാർട്ട് വീണ്ടും വരും വരെ നന്ദി.